നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ വെണ്ടയ്ക്കാനെ ഇങ്ങനെ ഒന്ന് മുറിച്ചു, അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ ഒന്ന് മുറിക്കും. എന്നിട്ട് 4 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള ഇതെല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് പച്ചമുളക്. ഒരു 4 പച്ചമുളക് എടുക്കുന്നു. പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടുന്ന 3 അല്ലി വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ച സവാള, അത് വഴന്ന് വരാനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു. ഇനി നമുക്കൊന്ന് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്താൽ എല്ലാമായി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിനെ വേവിച്ചെടുത്താൽ മതി. ഇനി വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഇത് പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചൂട് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.